നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 2 വെള്ളിയാഴ്ച 2024. പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പ് ഇന്നലെ നിറഞ്ഞു നിന്ന ചില വാർത്തകളെക്കുറിച്ച് കൂടി സോഷ്യൽ മീഡിയയിലും മറ്റും തർക്കമായ ചില വാർത്തകളെക്കുറിച്ച് കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നു. അതിനു മുമ്പ് ഈ വാർത്താ അവതരണ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്ന് ഇന്നും പറഞ്ഞറിയിക്കേണ്ടതായിട്ട് ഇല്ല. അത് മുണ്ടക്കൈ ഉരുൾപൊട്ടലും തുടർന്നുണ്ടായ കേരളം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ദുരന്തവുമാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വിവാദങ്ങളുമൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനാണ് ഏറ്റവും മുൻതൂക്കം കൊടുത്തും മുൻകൂട്ട് പോകുന്നതെങ്കിലും എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പലതരത്തിലുള്ള സംഗതികളും പല വീക്ഷണങ്ങളും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രധാന വാർത്തകൾ വായിക്കുന്നതിലേക്ക് കടക്കാം. ഒന്ന്, പ്രപഞ്ചത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്, അതിൻ്റേതായ ചലന നിയമങ്ങളുണ്ട്. മനുഷ്യൻ ബുദ്ധിയുള്ള ജീവിയാണ്. മനുഷ്യൻ അത് മനസ്സിലാക്കി ആ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ അതിനോട് മത്സരിക്കുകയോ അതിനുള്ള ശേഷി ഇപ്പോൾ ഏതായാലും മനുഷ്യനില്ല. പ്രപഞ്ച നിയമങ്ങളെ മത്സരിച്ച് തോൽപ്പിക്കാനുള്ള ശേഷി മനുഷ്യനില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങൾ മറ്റേത് ജീവിയേക്കാളും നന്നായി മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയും. അതനുസരിച്ച് ജീവിതം അതിനനുകൂലമായ രീതിയിൽ അവയെ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്. അത് നമ്മൾ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഉരുൾപൊട്ടലുകളുമായി ബന്ധപ്പെട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഉരുൾപൊട്ടലുണ്ടാകാറുണ്ടോ? കടലിൽ മഴ പെയ്യുന്നുണ്ട്, അവിടെ കടലിൻ്റെ അന്തർഭാഗത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പുറമേ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഏതായാലും കടലിൽ മഴ പെയ്യുന്ന ഉരുൾപൊട്ടലുണ്ടാകുന്നില്ല എന്നുള്ളത് മലകളിടത്താണ് ഉരുൾപൊട്ടലുള്ളത്. കടലിൻ്റെ അന്തർഭാഗത്ത് മലയും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതായാലും നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വനത്തിനുള്ളിൽ എത്രയോ ഉരുളുകൾ പൊട്ടുന്നു, നമ്മൾ അറിയുന്നില്ല. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്തത് കൊണ്ടാണ് അറിയാത്തത്. ഇവിടെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ അത് മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. ഏതായാലും ചിറാപ്പുഞ്ചിയിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണ്. അവിടെ എന്തുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടാകുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മഴ കൊണ്ട് മാത്രമല്ല. മണ്ണിൻ്റെ ഘടന, അവിടുത്തെ പ്രകൃതിയുടെ സ്വഭാവം, മഴയുടെ തീവ്രത, ഇതിനൊക്കെ അനുസരിച്ചാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ചിറാപ്പുഞ്ചിയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ കാണുന്ന പ്രതിഭാസം, ഒരു മാസം പെയ്യേണ്ട മഴ 2 ദിവസം കൊണ്ട് പെയ്യുക. 2 ദിവസം കൊണ്ട് 280 2 ദിവസം കൊണ്ട് 528 മില്ലിമീറ്റർ മഴയാണ് മുണ്ടക്കൈ പ്രദേശത്ത് പെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവയെല്ലാം ചേർന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇവിടെയാണ് അന്നേരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നൊരു പക്ഷം, മറുപക്ഷം അങ്ങനെയല്ല കാര്യങ്ങൾ. മഴ പെയ്യുന്നത് അതിതീവ്ര മഴയാണ് കാരണമല്ലാതെ ഗാഡ്ഗിൽ റിപ്പോർട്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റിയിലെ ഭയങ്കര സങ്കീർണമായ വശങ്ങളെക്കുറിച്ച്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ സങ്കീർണ വശങ്ങളെക്കുറിച്ചൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന. അതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുന്നു. ഒന്ന്, മണ്ണ് തുരക്കുന്ന അല്ലെങ്കിൽ ഈ ക്വാറികൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്വാറികൾ തീർച്ചയായിട്ടും നമുക്കറിയാം, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്ത് അത് പ്രകമ്പനങ്ങൾ, മണ്ണിനെ ദുർബലപ്പെടുത്തും, പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും. അത് വലിയ ശാസ്ത്രബോധമൊന്നും വേണ്ട, സാമാന്യ ബോധത്തോടെ അറിയാം. ഇന്ന് ക്വാറികൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള വീടുകളിലെ വിള്ളലുകളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രദേശങ്ങളിൽ പോലും നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതിൻ്റെ ദൂരപരിധി.
അത് ശാസ്ത്രീയമായി ആ പ്രകമ്പന എവിടെ വരെ ചെല്ലുന്നുണ്ട്, എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നോക്കി പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ത് പറഞ്ഞാലും അതിന് വിദഗ്ധർ ചർച്ച ചെയ്ത്, ഗാഡ്ഗിൽ ഒരു വിദഗ്ധനാണ്, അതേപോലെ മറ്റുള്ളവരും വിദഗ്ധർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷേ മറ്റ് 2-3 കാര്യങ്ങൾ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒന്ന്, മനുഷ്യൻ ആധിപത്യം പുലർത്തുന്ന പ്രദേശങ്ങൾ, ഈ തേയിലത്തോട്ടങ്ങളും മറ്റുമൊക്കെ ഇരിക്കുന്ന പ്രദേശങ്ങൾ, ചില മലഞ്ചെരുവുകൾ, അവിടെയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന വൻ മരങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ അതിൻ്റെ വേരുകൾ അടിയിലുണ്ട്. ആ വേരുകൾ ഉറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ദ്വാരങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ദുർബലമാണ്, അവിടെ വെള്ളം വന്ന് നിറയുന്നു. ആ പ്രദേശങ്ങൾ, മണ്ണിനെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന ആ ശക്തി ഇല്ലാതാവുകയാണിത്, ആണവിടെ സംഭവിക്കുന്നത്. അതേപോലെ വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റുമ്പോൾ മണ്ണിൻ്റെ ആ ഉറപ്പ് നഷ്ടപ്പെടുന്നു. അത് വളരെ ദുർബല അവസ്ഥയിലുള്ള, പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് മാറുന്നു. ഇത് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അവിടം പൊട്ടാനായിട്ടുള്ള സാധ്യത വളരെയധികമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനെ നമുക്ക് നിഷേധിക്കാനാവില്ല. ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സംഗതി അതാണ്. ഏറ്റവും ദുർബലമായ പ്രദേശമാണ്, മനുഷ്യൻ അധിവസിക്കുന്ന ദുർബലമായ പ്രദേശത്തൂടെയാണ് മണ്ണ് കുത്തൊഴുക്ക് സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആ ഒഴുക്ക് 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററോളം ഒക്കെ കല്ലുകളും ചീടുകളും മരങ്ങളും ഒക്കെ ആയി ഒഴുകി വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഈ പ്രദേശങ്ങളിലുള്ള നിർമ്മിതികൾക്ക് നിയന്ത്രണം വേണം. കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങളായിരുന്നു താമസിക്കുന്നതിൻ്റെ അസൂയ കൊണ്ടല്ല. സമൂഹ മാധ്യമത്തിലൊരു ചിത്രം കണ്ടു. ഗാഡ്ഗിൽ തൻ്റെ വീട് കോൺക്രീറ്റ് കെട്ടിടമായിരിക്കും, ഒരു വലിയ വീട്ടിൽ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയില്ല. മലഞ്ചരിവുകളിൽ സ്വീകരിക്കേണ്ട പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലാണോ അദ്ദേഹം താമസിക്കുന്നതെന്ന് നമുക്കറിയില്ല, ആണെന്ന് കരുതുന്നുമില്ല. ആ ചിത്രം കൊണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല. കാരണം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നിർമ്മിതികൾക്ക് ചില നിയന്ത്രണങ്ങൾ വേണം. അവിടെ പരിസ്ഥിതിയുമായി ഇണങ്ങുന്ന നിർമ്മിതികൾ, ആധുനിക നിർമ്മിതികളുണ്ട്. ഈ കോൺക്രീറ്റിനേക്കാളൊക്കെ വളരെ മനോഹരമായ, വളരെ ശക്തമായ നിർമ്മിതികളുണ്ട്. അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന സംഗതിയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പല ഈ ദുരന്തം അതിനൊക്കെയുള്ള സാക്ഷ്യങ്ങളാണ്. മൂന്നാമത് ഒരു കാര്യം കൂടി പറയുന്നു, അവിടെ ചെയ്യുന്ന കൃഷി വേണ്ട എന്നോ ജനങ്ങളുടെ ഉപജീവന മാർഗം മുടക്കി അവരെ പുറന്തള്ളണമെന്നോ ഒന്നുമല്ല ഗാഡ്ഗിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ കൃഷി ചെയ്യുമ്പോൾ അത് ആ പ്രദേശത്തിന് ഇണങ്ങുന്ന രീതിയിൽ, അതായത് മണ്ണിൻ്റെ ആ മണ്ണിനെ ശക്തമായി ഉറപ്പിച്ചു നിർത്തത്തക്ക തരത്തിലുള്ള കൃഷികൾ, പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കൃഷികൾ, ഒരേ കൃഷി ചെയ്യാതെ വ്യത്യസ്തമായ കൃഷികൾ, വേരുകൾ ആഴത്തിൽ ഇറങ്ങുന്ന മരങ്ങളും അതിന് അടിയിൽ ചെയ്യാവുന്ന കൃഷികളും, അങ്ങനെയൊക്കെയുള്ള ഒരു കൃഷി സമ്പ്രദായത്തെക്കുറിച്ചും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവയിൽ ഏതാണ് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുന്നത്? ഇത്രയും കാര്യങ്ങളുടെ അഭാവം ഈ ദുരന്തത്തിനിടയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഏത് സാമാന്യ ജനത്തിനും ബോധ്യമാകുന്നതാണ്. അതുകൊണ്ട് മഴ പെയ്തതാണ് കാരണം. പക്ഷെ മഴ പെയ്താൽ, ഉരുൾപൊട്ടലുണ്ടായാൽ ഇത്രയും ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഗാഡ്ഗിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ഗാഡ്ഗിലും അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് വെച്ചത്. അദ്ദേഹം മഴ പെയ്യാത്തിടത്ത് ഉരുൾപൊട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിതീവ്ര മഴയുണ്ടാകും, അത് ശരിയാണ്. കേരളത്തിലെ കാലാവസ്ഥയുടെ മാത്രം നിയന്ത്രണത്തിൽപ്പെടുന്നതല്ല, അന്തർദേശീയമായി തന്നെ കാലാവസ്ഥയിൽ വളരെ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയ ദുരന്തങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുമുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ പ്രകൃതിയുടെ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് നിയന്ത്രിച്ച് നിർത്താം, ഏതൊക്കെ തരത്തിൽ ആണ് നമുക്കത് ദോഷകരമല്ലാതെ ആക്കിയെടുക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം മഴ പെയ്യില്ലെന്നോ മഴ പെയ്യാത്തിടത്ത് ഉരുൾപൊട്ടുമെന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അതിതീവ്ര മഴയുണ്ടാകും എന്ന കാഴ്ചപ്പാടിലും പ്രകൃതിയുടെ അന്തർദേശീയ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ സ്വീകരിക്കേണ്ട മനുഷ്യ നിലപാടുകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് ഈ ദുരന്തവും വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രധാന വാർത്തകൾ വായിക്കുന്നതിലേക്ക് കടക്കാം. ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ശാസ്ത്രജ്ഞർക്കും സാങ്കേതിക സ്ഥാപനങ്ങൾക്കും മേപ്പാടി പഞ്ചായത്തിൽ വിലക്കെന്ന ഉത്തരവ് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
സംസ്ഥാന സർക്കാരിന് അത്തരം നയമില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഉടനെ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്നും ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലും നിലമ്പൂർ താലൂക്കിലും 3 ദിവസത്തേക്ക് പരിധിയില്ലാതെ കോളും ഡേറ്റയും സൗജന്യമായി നൽകി BSNL. ഇതിനോടൊപ്പം 100 SMS-ഉം പ്രതിദിനം സൗജന്യമായിരിക്കും. വയനാട് രക്ഷാദൗത്യത്തിന് പിന്തുണ നൽകുന്നതിനാണ് ഈ തീരുമാനമെന്ന് BSNL അധികൃതർ അറിയിച്ചു. ചൂരൽമല, മുണ്ടക്കൈ ഗ്രാമങ്ങളിൽ സൗജന്യ കണക്ഷനും BSNL നൽകുന്നുണ്ട്. ചൂരൽമലയിലെ ഏക മൊബൈൽ ടവർ BSNL-ൻ്റേത് മാത്രമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയ 194 പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് അതത് സമൂഹ മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ഒരു രാത്രിയും ഒരു പകലും അതിനിടയിൽ പെരുമഴയും. ദുരന്തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുമായി ചൂരൽമലയിൽ സൈന്യം ഉരുക്കുപാലം നിർമ്മിച്ചു. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് അതിവേഗം ഇവിടെ പാലം നിർമ്മിച്ചത്. കുത്തിയൊഴുകുന്ന മലവെള്ളത്തിനു മുകളിൽ വ്യാഴാഴ്ച വൈകിട്ട് 5ഓടെയായിരുന്നു ബെയിലി പാലം ഒരുങ്ങിയത്. മേജർ ജനറൽ VT മാത്യുവിന്റെ വാഹനവും സൈന്യത്തിന്റെ ആദ്യ മെഡിക്കൽ യൂണിറ്റും ഇതുവഴി മുണ്ടക്കൈ മലയുടെ നെറുകയിലേക്ക് ആദ്യമായി കടന്നുപോയപ്പോൾ ഇരു കരകൾക്കിടയിലും അതൊരു ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ പാലമായി മാറി. വഞ്ചിയൂർ വെടിവയ്പ് കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജീത്തിനെതിരെ ലൈംഗിക പീഡനത്തിന് പോലീസ് കേസെടുത്തു. വഞ്ചിയൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സുജീത് തന്നെ ബലം പ്രയോഗിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് വനിതാ ഡോക്ടറുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് സുജിത്തിനെ ചോദ്യം ചെയ്യും. പ്രതിയായ ഡോക്ടറെ 3 ദിവസം കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. കേരള സാങ്കേതിക സർവകലാശാലയിൽ KTUവിൽ വൈസ് ചാൻസലറെ കണ്ടെത്താൻ ചാൻസലർ കൂടിയായ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയും ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ 7 സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണം നിയമക്കുരുക്കിലായി. സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പാറയും മണ്ണുമടക്കം ഒഴുകിച്ചെന്നത് 8 കിലോമീറ്ററോളം ദൂരത്തിലെന്ന് വ്യക്തമാക്കി ISRO നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിന്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ. 86,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്നും നിരീക്ഷണത്തിൽ ഉണ്ട്. ഇത് ഏകദേശം 8.6 ഹെക്ടർ അഥവാ 21.25 ഏക്കർ സ്ഥലം വരും. മുൻപ് ഇതേ സ്ഥലത്ത് ഉരുൾപൊട്ടൽ നടന്നതിന്റെ ശേഷിപ്പുകൾ വ്യക്തമാക്കുന്ന പഴയ ഉപഗ്രഹ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2023 മേയിൽ പകർത്തിയ ചിത്രമാണ്. ദുരന്തബാധിതർക്കൊപ്പം സർക്കാരുണ്ടെന്ന ഉറപ്പു നൽകി ആശ്വാസവചനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേപ്പാടി കോട്ടനാട് UP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. സ്കൂൾ വരാന്തയിൽ ദുരന്തബാധിതരെ നേരിൽ കണ്ട് അദ്ദേഹം ആശ്വസിപ്പിച്ചു. കാലിൽ ചെളിയായതിനാൽ ക്യാമ്പിനുള്ളിലേക്ക് കയറുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാനും ദുരന്തത്തിന്റെ ആഘാതം പങ്കുവയ്ക്കാനും ക്യാമ്പിലെ അന്തേവാസികൾ ഓരോരുത്തരായി എത്തി. സർക്കാർ ഒപ്പമുണ്ടെന്നും പുനരധിവാസം വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അവർക്ക് വാക്ക് നൽകി. ക്യാമ്പിലുള്ളവർക്ക് ഒരു കുറവും ഉണ്ടാകരുതെന്നും കുട്ടികളുടേതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണമെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. 210 പേർ കഴിയുന്ന ക്യാമ്പിൽ 10 മിനിറ്റ് ചെലവഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. നേരത്തെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങളിലും മുഖ്യമന്ത്രി എത്തിയിരുന്നു. കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. ചെളി നിറഞ്ഞ റോഡിലൂടെ കുട ചൂടി നടന്ന അദ്ദേഹം സൈന്യമൊരുക്കിയ ബെയിലി പാലത്തിന് അടുത്തുവരെ എത്തി. സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ K രാജൻ, റോഷി അഗസ്റ്റിൻ, AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, K കൃഷ്ണൻകുട്ടി, OR കേളു, ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, കളക്ടർ DR മേഘശ്രീ എന്നിവർ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. പട്ടികജാതി വിഭാഗങ്ങളിലെ കൂടുതൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക സംവരണത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. പട്ടികജാതിയിൽ തന്നെ കൂടുതൽ പിന്നാക്കാവസ്ഥയിലുള്ള വിഭാഗങ്ങൾക്ക് തുല്യതയും പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉപവർഗീകരണം നടത്താമെന്ന് ഭരണഘടനാ ബെഞ്ച് വിധിച്ചു.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ മേൽത്തട്ടുകാരെ കണ്ടെത്തി സംവരണ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ നയം രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങുന്ന 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിയോട് വിയോജിച്ച് ജസ്റ്റിസ് ബേല M ത്രിവേദി ഭിന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. മനു ഫാഗറിനും സാരബ് ജ്യോതിനും പിന്നാലെ സ്വപ്നിൽ കുശാലയുടെ വെങ്കലത്തോക്കും ഗർജിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 3ാമത്തെ വെങ്കലം. പുരുഷന്മാരുടെ ഷൂട്ടിങ്ങിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിലാണ് 3ാം സ്ഥാനം. അവസാന ഷോട്ടുകളിൽ മെഡൽ മോഹത്തോടെ നിറയൊഴിച്ച മഹാരാഷ്ട്രക്കാരൻ 6ാം സ്ഥാനത്തിൽ നിന്നാണ് കയറി വന്നത്. ഇന്ത്യ നേടിയ 3 മെഡലും ഷൂട്ടിങ്ങിലാണ്. രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ വധിച്ചതിന് തൊട്ടു പിന്നാലെ ഹമാസിന്റെ സൈനിക മേധാവിയെയും വധിച്ചതായി സ്ഥിരീകരിച്ച് ഇസ്രയേൽ. ഒക്ടോബർ 7-ന് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനെന്ന് കരുതപ്പെടുന്ന മുഹമ്മദ് ദെയ്ഫിനെയാണ് വധിച്ചത്. ജൂലൈ 13-ന് ഗാസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഹമാസ് പ്രതികരിച്ചിട്ടില്ല. പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിന് 7 രൂപ 50 പൈസയാണ് കൂട്ടിയത്. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ വില 1662 രൂപ 50 പൈസയായി. തിരുവനന്തപുരത്ത് 1683 രൂപയും കോഴിക്കോട് 1694 രൂപ 50 പൈസയും. ഗാർഹിക സിലിണ്ടറിൽ വിലയിൽ മാറ്റമില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള അതിതീവ്ര മഴയും പശ്ചിമഘട്ട മലനിരകളിലെ മണ്ണിന്റെ ദുർബലമായ അവസ്ഥയുമാണ് തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമെന്ന് ആർക്കിടെക്ട് ശങ്കർ. പുത്തുമല ദുരന്തം ഉണ്ടായ കാലം മുതൽ വയനാട്, ഇടുക്കി പ്രദേശങ്ങൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ദുർബലമായ മണ്ണ്, അതിനടിയിൽ പാറ, വീണ്ടും മണ്ണ്, തുടർന്ന് പാറ, ഇങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലെ മണ്ണിന്റെ ഘടന. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും ഉണ്ടാകുമ്പോൾ മണ്ണിൽ ശേഖരിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൂടുതൽ മർദ്ദത്തിലായി ദുർബലമായ ഭാഗത്തുകൂടി പൊട്ടി പുറത്തേക്ക് പോകുകയാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കപ്പൽ അടുപ്പിക്കാനും ചരക്കിറക്കാനുമുള്ള നിരക്ക് കൊളംബോയേക്കാൾ കുറച്ച് വിഴിഞ്ഞം തുറമുഖം. തുറമുഖത്തിന്റെ നിർമ്മാണവും നടത്തിപ്പുമുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നിരക്ക് കുത്തനെ കുറയ്ക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ മുഖം മങ്ങി കോൺഗ്രസ്. 49 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 19 മാത്രമാണ് UDFന് ജയിക്കാനായത്. കൈവശമുണ്ടായിരുന്ന 7 സീറ്റുകൾ നഷ്ടമായി. ജില്ലാ പഞ്ചായത്തിലെ സിറ്റിംഗ് സീറ്റടക്കം തലസ്ഥാന ജില്ലയിൽ നഷ്ടപ്പെട്ടത് നേതൃത്വത്തിന് നാണക്കേടായി. കനത്ത മഴയിലും മേഘവിസ്ഫോടനത്തിലും ഉത്തരേന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ. നദികൾ കരകവിഞ്ഞ് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പാലങ്ങളും ഒഴുകിപ്പോയി. ഇതുവരെ സ്ഥിരീകരിച്ചത് 36 മരണങ്ങൾ. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മേഘവിസ്ഫോടനം സൃഷ്ടിച്ച പ്രളയം 14 ജീവനുകൾ അപഹരിച്ചു. ഷിംല, മണ്ഡി, കുളു ജില്ലകളിലായി 52 പേരെ കാണാതായി. രാജ്യ തലസ്ഥാനത്ത് ബുധനാഴ്ച രാത്രി പെയ്ത മഴയിൽ 1000 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരം ചോർന്നൊലിച്ചു. പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രധാന ലോബിയിലേക്കാണ് മുകൾ തട്ടിൽ നിന്ന് വെള്ളം ചോർന്നൊലിച്ചത്. പാർലമെന്റിനുള്ളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വലിയ ബക്കറ്റിൽ പാർലമെന്റ് ജീവനക്കാർ ചോർന്ന വെള്ളം ശേഖരിച്ചു. ബക്കറ്റിൽ വെള്ളം ശേഖരിക്കുന്നതിന്റെ വീഡിയോ ചില പ്രതിപക്ഷ MPമാർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് വൈറലായി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുമെന്ന് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ അവകാശവാദം പച്ചക്കള്ളമെന്ന് തെളിഞ്ഞതോടെ പൊളിഞ്ഞത് BJPയുടെ തരംതാണ രാഷ്ട്രീയ നീക്കം. പ്രകൃതി ദുരന്തത്തെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ ഇതോടെ തകർന്നത്. ജൂലൈ 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞ ദിവസങ്ങളിലൊന്നും വയനാട് റെഡ് അലർട്ട് മേഖലയിൽ വന്നിരുന്നില്ല. ദുരന്തം ഉണ്ടായതിനു തൊട്ടു തലേന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം വയനാട്ടിൽ യെല്ലോ അലർട്ട് മാത്രമായിരുന്നു. ദുരന്തമുണ്ടായ ദിവസം ഓറഞ്ച് അലർട്ടാണ് നൽകിയത്.
ദുരന്തമുണ്ടായ ശേഷം മാത്രമാണ് റെഡ് അലർട്ട് നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്ന ശേഷം കേന്ദ്രത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദുർബലമായ മറുപടിയുമായി രംഗത്തു വന്നു. വയനാടിന് റെഡ് അലർട്ട് നിർദ്ദേശം നൽകിയിരുന്നതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ലെന്നാണ് PIBയുടെ വിശദീകരണം. റെഡ് അലർട്ടില്ലാതെ എങ്ങനെയാണ് ആളുകളെ ഒഴിപ്പിക്കുകയെന്ന ചോദ്യത്തിന് PIBക്കും മറുപടി ഇല്ല. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.